ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മത്തി മാങ്ങാ കറിയാണ് കേട്ടോ. അതിനായിട്ട് ഒരു വലിയ തക്കാളിയും 2-3 പച്ചമുളകും ഒരു മീഡിയം സൈസിലുള്ളൊരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. മാങ്ങയൊക്കെ തൊലി കളഞ്ഞെടുത്ത് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 2-3 പച്ചമുളക് നെടുകെ കീറിയതും തക്കാളി കഷ്ണങ്ങളാക്കിയതും ഒക്കെ കൂടെ ഒരു ചട്ടിയിൽ ഇട്ടിട്ട് കൊടുക്കുക കേട്ടോ. ചട്ടിയിലോ മൺചട്ടിയിലായിരിക്കും ഒന്നും കൂടി ടേസ്റ്റ്. ഞാനിവിടെ സ്റ്റീലിൻ്റെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളകും പൊടിയും പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് മല്ലിപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ചിലവർക്ക് ഇഷ്ടമാണെങ്കിൽ മല്ലിപ്പൊടി ചേർക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒന്നിട്ട് വെന്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളി ആവശ്യമായിട്ടുണ്ട് കേട്ടോ. വലിയ പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ പുളി പിഴിഞ്ഞൊഴിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ഒരു പുളി എടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞ് ഒഴിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി കഷ്ണങ്ങളൊന്ന് വെന്ത് കിട്ടട്ടെ. അതുവരെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് കഷ്ണങ്ങളൊക്കെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഒന്ന് ഉടച്ചെടുക്കാനാണ് കേട്ടോ. നന്നായിട്ട് ഉടച്ചു കൊടുക്കണം കേട്ടോ. തക്കാളിയും മാങ്ങയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ ആ മാങ്ങൻ്റെയും തക്കാളിൻ്റെ ഒക്കെ ടേസ്റ്റ് കണ്ടിറങ്ങി കറി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് ഈ ഉടച്ചെടുത്ത കഷ്ണങ്ങളെല്ലാം കൂടെ നമുക്ക് ഈ കറിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ഒന്നിട്ട് തിളച്ച് വന്നാൽ നമുക്ക് ഇതിൻ്റെ പുളി അറിയാൻ പറ്റും. ഈ സമയത്ത് പുളി നോക്കിയിട്ട് കുറച്ച് പുളി ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലേശം പുളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ സാദാ പുളിയാണ് എടുത്തിട്ടുള്ളത്. സാദാ വാളൻ പുളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മാങ്ങ നല്ല പുളി ഉള്ളതായതുകൊണ്ട് ഞാൻ ഇവിടെ കുറച്ച് എടുത്തിട്ടുള്ളൂ. ആ പുളി നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പുളി കൂടിപ്പോവും. നല്ല പുളിപ്പുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം പുളിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് കുറച്ച് പുളി ഒഴിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ക്ലീനാക്കി വെച്ച മത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അത് നന്നായിട്ട് തിളച്ച് വരണം. അതേപോലെ ഒന്നും കൂടെ മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. മീനിട്ടതിന് ശേഷം ഒരുപാട് നേരം ഒന്നും ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മത്തി ആയതുകൊണ്ട് അത്ര പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. ഉള്ളിവാട്ട് അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില ഒന്ന് കൈ വെച്ച് ഞെരടിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ചൂട് കൊടുക്കണേ അതിലേക്ക് ഒന്നുകൊണ്ട് താത്തി കൊടുത്തിട്ട് മൂടി വെച്ചാൽ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അത് തുറക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മത്തി ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്